അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ചെയ്യാൻ വേണ്ടി പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവാൻ വേണ്ടി കൽപ്പിച്ച ആ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി യാത്രയുടെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചില ചുമതലകൾ ഏൽപ്പിക്കുകയാണ്. ജീവൻ അപകടത്തിൽപ്പെടാവുന്ന ചുമതലകളാണ്. തന്റെ വിരിപ്പിൽ ആ രാത്രി കിടന്നുറങ്ങുക. അലി റളിയല്ലാഹു അൻഹു ആ ചുമതല ഏറ്റെടുത്തു. ശത്രുക്കളുടെ വാളിനു നേരെ കഴുത്ത് നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് പോലെയാണത്. ജീവിതവും മരണവും അള്ളാഹുവിൽ ബരമേൽപ്പിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് മറ്റൊന്നും ചിന്തിക്കാനില്ല. ആ വീടിന് ചുറ്റും ഇരുട്ടുമൂടി. ശത്രുക്കൾ പതുങ്ങി വന്നു. അവരുടെ കൈകളിൽ മൂർച്ച കൂടിയ വാൾ അവർ അതുമായി നിലയുറപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പിൽ കിടന്നു. നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്തുവത്രേ. രാവിലെ എന്തും സംഭവിക്കാം. ഉന്നം വെച്ച ആളിനെ കിട്ടാതെ വരുമ്പോൾ ശത്രുക്കൾ പ്രതികാരം തീർത്തേക്കാം. ആ ചിന്തയൊന്നും ഉറക്കിന് തടസ്സമായില്ല. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങി ഒരു പിടി മണ്ണുവാരി ശത്രുക്കളുടെ മുഖത്തേക്കെറിഞ്ഞു. അവർക്കൊന്നും കാണാൻ വയ്യാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോയി. അവർക്കിടയിലൂടെ ആരും തന്നെ കണ്ടില്ല. അങ്ങനെ പ്രഭാതമായി. ശത്രുക്കൾ വാതിൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കി. കട്ടിലിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ആശ്വാസമായി. പിന്നെയും കുറെ നേരം കാത്തിരുന്നു. വാതിൽ തുറക്കപ്പെട്ടു. പുറത്തു വന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നത്തെ കഥ പറയണോ? ആൾബലവും ആയുധബലവും കൊണ്ടെന്ത് കാര്യമാണ്? തങ്ങളെ കബളിപ്പിച്ചു കടന്നു കളഞ്ഞില്ലേ? പിടികൂടാനുള്ള നെട്ടോട്ടം തുടങ്ങി. അബൂബക്കറിനെയും കാണാനില്ല. വാർത്ത മക്കയിലാകെ പരക്കുകയാണ്. ശത്രുക്കളുടെ മധ്യത്തിൽ നമ്മുടെ കഥാനായകൻ അലി റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്കായി. ആളുകൾ പല സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അവയെല്ലാം ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുമതലയാണ്. 3 ദിവസം കൊണ്ട് എല്ലാം തീർക്കണം. എന്നിട്ട് വളരെ രഹസ്യമായി നാടുവിടണം. തനിക്കും കിട്ടണം ഹിജ്റയുടെ പ്രതിഫലം. മക്കയിലെ 3 ദിവസങ്ങൾ മറക്കാനാവാത്ത ദിവസങ്ങൾ തന്നെയാണവ. മക്ക ഇളകിമറിയുകയാണ്. പ്രവാചകനെ പിടികൂടാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിടിക്കുന്നവർക്ക് വമ്പിച്ച ഇനാം പ്രഖ്യാപിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടികൂടണം, സമ്മാനം നേടണം. എത്രയോ സാഹസികന്മാർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാം കാണുന്നു. എന്തൊരു കാഴ്ച! 3 ദിവസങ്ങൾ കൊണ്ട് ചുമതലകൾ പൂർത്തിയാക്കി. സൂക്ഷിച്ച സാധനങ്ങൾ ഉടമസ്ഥർക്ക് നൽകി. ഇനി നാട് വിടണം. എങ്ങനെ വിടും? രാത്രിയുടെ ഇരുട്ടിൽ യാത്ര ചെയ്യും. നേരം വെളുത്താൽ ഒളിച്ചിരിക്കും. ദീർഘദൂരം നടന്നു. കാലുകൾ പൊട്ടി നീര് വന്ന് വീർത്ത് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നിട്ടും നടക്കുകയാണ്. കാലിൽ തുണി ചുറ്റിക്കെട്ടി. ഉറക്കമില്ലാത്ത രാവുകൾ. ക്ഷീണിച്ച് വിവശനായി ദീർഘദൂരം നടന്ന് ഖുബായിലെത്തി. മുസ്ലിങ്ങളുള്ള ഗ്രാമപ്രദേശം. മുസ്ലിം വീട് കണ്ടെത്തി. ശയ്യയിൽ വീണുപോയി. വാർത്ത പ്രചരിക്കാൻ ഏറെ സമയം വേണ്ട. അലി റളിയല്ലാഹു അൻഹു മദീനയിൽ അഥവാ മസ്ജിദുൽ ഖുബായിലെത്തിയ വാർത്ത അവിടെയാകെ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബാ എന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അലിക്ക് സുഖമില്ലെന്നറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. ആ കൂടിക്കാഴ്ച വളരെ വികാരഭരിതമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നബി തങ്ങൾ ധൃതിയിൽ നടന്നു വരികയാണ്. അലിയെ കാണാൻ സ്വഹാബികൾ കൂടി നിൽപ്പുണ്ട്. അലി റളിയല്ലാഹു അൻഹു കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കാണുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ നയനങ്ങൾ നിറയുന്നു. സലാം ചൊല്ലി സ്നേഹവാത്സല്യങ്ങളുടെ പ്രവാഹം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ നീട്ടിവെച്ചു. മുറിവുകൾ, കാൽ നിറയെ നീര്, തുണി കൊണ്ടുള്ള ചുറ്റിക്കെട്ട്. എന്തൊരു ത്യാഗം! കെട്ടുകൾ അഴിച്ചു മാറ്റി. മുറിവുകൾ പരിശോധിച്ചു. കാലിലെ വ്രണം കാരണം എനിക്ക് നടക്കാൻ പറ്റിയില്ല. അങ്ങയെ വന്ന് കാണാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു വേദനയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകുന്നത് ചുറ്റും നിന്നവർ കണ്ടു. നീര് വന്ന ഭാഗത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമിനീര് പുരട്ടി 2 കരങ്ങൾ കൊണ്ടും കാൽ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുണ്യം നിറഞ്ഞ കരങ്ങൾ കൊണ്ടുള്ള തടവൽ. ആ തടവലിന് അത്ഭുത ശക്തിയുണ്ട്. ഈ കാലുകൾ തളർന്നു പോവരുത്. ഈ കാലുകൾക്ക് ബലം കൂടിയതാവണം.
വേദന വേണ്ട, നീരുകെട്ടി ബുദ്ധിമുട്ടിയാൽ പറ്റില്ല. ഇനിയുള്ള കാലം നിരന്തരം ചലിക്കേണ്ട കാലുകളാണിത്. ഈ കാലുകൾക്ക് ഇനി വിശ്രമം കാണില്ല. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. ആ കാലുകൾക്ക് ബലം കൂടി, ഒരിക്കലും തളരാത്ത കാലുകൾ. അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. ആ മാസം മധ്യത്തോടെയാണ് അലി റളിയല്ലാഹു അൻഹു ഖുബായിലെത്തിയത്. അലി റളിയല്ലാഹു അൻഹു എത്തിയ ശേഷം എല്ലാവരും കൂടി യസ്രിബിലേക്ക് നീങ്ങി. യസ്രിബ് ആഹ്ലാദം കൊള്ളുകയാണ്. ആവേശകരമായ സ്വീകരണം. അൻസാറുകൾ മുഹാജിറുകളെ സ്വീകരിച്ചു. സ്വന്തം സഹോദരങ്ങളായിട്ടാണ് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിൽ സാഹോദര്യബന്ധം സുദൃഢമാക്കി. ചരിത്രം വിസ്മയിച്ചു പോയ സാഹോദര്യബന്ധം. ഓരോ മുഹാജിറിനെയും ഓരോ അൻസാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സഹോദരനായി സ്വീകരിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ സഹോദരൻ അലിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. സന്തോഷപൂർവ്വം ആ പ്രഖ്യാപനം സ്വഹാബികൾ സ്വാഗതം ചെയ്തു. പല ചരിത്രകാരന്മാരും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഇപ്രകാരം കാണാം: അലി റളിയല്ലാഹു അൻഹുവിനെ സഹോദരനായി സ്വീകരിച്ചത് സഹ്ൽ ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടത്തിലും പരിഗണനയിലും തന്നെയായിരുന്നു. പല ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. എല്ലാം കൃത്യമായി ചെയ്തു തീർക്കും. സത്യവിശ്വാസികളുടെ ആദരവ് നേടുകയും ചെയ്യും. വിലായത്തിന്റെ ഉന്നത പദവിയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഹിച്ചത്. കറമല്ലാഹു വജ്ഹഹു. ദാരിദ്ര്യം ആ മഹാനെ വിട്ടകന്ന് പോയതേയില്ല. പല നാളുകളിലും പട്ടിണിയിലായിരുന്നു. യഥാർത്ഥ മഹാന്മാരുടെ അവസ്ഥയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓമന മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ഏറ്റവും ഇളയ മകൾ. പൊന്നുമോളെ ലാളിച്ചു മതിയായില്ല. അതിനു മുമ്പേ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. ഫാത്തിമ കൊച്ചുകുട്ടിയാണ്. ഉമ്മ പോയി. ഇത്താത്തമാരാണ് മോളെ നോക്കി വളർത്തിയത്. മൂത്ത ഇത്താത്ത സൈനബ്. എന്തൊരു സ്നേഹമാണ് ഇത്താത്തക്ക്. അവരുടെ നേരെ ഇളയതാണ് റുഖയ്യ ഇത്താത്ത. അവർ ഭർത്താവിനോടൊപ്പം അബ്സീനയിലായിരുന്നു. പിന്നെയുള്ളത് ഇളയ ഇത്താത്ത ഉമ്മു കുൽസൂം. സൈനബും ഉമ്മു കുൽസൂമുമാണ് ഓമനയായ ഫാത്തിമ ബീവിയെ ലാളിച്ചു വളർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തനി പകർപ്പാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അതേ നടത്തം, അതേ ഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് കാണിച്ച സ്നേഹവാത്സല്യങ്ങൾ വിവരിക്കാൻ വാക്കുകളില്ല. ഫാത്തിമയ്ക്ക് ഇത്താത്തമാരെ വല്ലാത്ത ഇഷ്ടമായിരുന്നു റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ 2 പെൺമക്കളെ പ്രസവിച്ചു. അവർക്ക് സൈനബ് എന്നും ഉമ്മു കുൽസൂം എന്നും പേരിട്ടു. ഇത്താത്തമാരോടുള്ള അടങ്ങാത്ത സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിച്ചത്. കുട്ടിക്കാലത്ത് ഫാത്തിമ ബീവിയോട് കാണിച്ച അതേ സ്നേഹപ്രകടനം മുതിർന്ന ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളോട് കാണിച്ചിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുമ്പോൾ എഴുന്നേറ്റു നിന്ന് സ്വീകരിക്കും, കെട്ടിപ്പിടിക്കും, മുത്തം കൊടുക്കും, തന്റെ ഇരിപ്പിടത്തിൽ തന്നെ ചേർത്തിരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും യസ്രിബിലെത്തിയതോടെ ആ പട്ടണത്തിന്റെ പേര് തന്നെ മാറ്റപ്പെട്ടു. ഹിജറയ്ക്ക് ശേഷം യസ്രിബ് മദീനയായി മാറി. ഹിജറ വന്നിട്ട് 1 വർഷം കടന്നു പോയിരിക്കുന്നു. ഇത് 2ാം വർഷമാണ്. ഹിജറ 2ാം വർഷത്തിന് പല പ്രാധാന്യങ്ങളുമുണ്ട്. റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഈ വർഷമാണ്. സകാത്ത് നിർബന്ധമായി വന്ന വർഷം ഇത് തന്നെയാണ്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വന്നത് ഹിജറ 2ാം വർഷത്തിലാണ്. ഫിത്ർ സകാത്തും ഉളുഹിയത്തും വന്നത് ഹിജറ 2ാം വർഷത്തിലാണ്. ബദർ യുദ്ധം നടന്നതും അതേ വർഷം തന്നെയാണ്. ഹിജറ വർഷത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയട്ടെ. ഹിജറ 2ാം വർഷത്തിൽ തന്നെയാണ് നമ്മുടെ കഥാനായകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹിതനാവുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കാണാൻ വന്നു. അവർ അകത്തിരുന്നു സംസാരിക്കുകയാണ്. നബിയും ഭാര്യയും. മുൻവാതിൽ അടഞ്ഞുകിടന്നു. പുറത്തുനിന്ന് ഒരാൾ വാതിലിൽ മുട്ടി. ആരാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു: ഉമ്മു സലമ, വാതിൽ തുറന്നു കൊടുക്കൂ. അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പറയൂ, ആരാണയാൾ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഏറെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരൻ. പിന്നെയൊന്നും ചോദിച്ചില്ല. ധൃതിയിൽ വാതിൽ തുറന്നു. ആഗതൻ കടന്നു വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു വേഗത്തിൽ അകത്തേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ്. വാക്കുകൾ പുറത്തു വരുന്നില്ല. ദൃഷ്ടികൾ താഴ്ന്നു നിൽക്കുകയാണ്. ഇരിക്കൂ അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഇരുന്നു. മൗനം തന്നെയാണ്. എന്ത് പറയാനാണ് വന്നത്? പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും പരിഗണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയും പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു സംസാരിച്ചു തുടങ്ങി. വല്ലാത്തൊരാവേശത്തോടെ
അള്ളാഹുവിന്റെ റസൂലേ, അങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ. എന്റെ പിതാവിനേക്കാളും മാതാവിനേക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു റസൂലേ. ഒന്നും അറിയാത്ത കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വളർത്തി, എന്നെ സംസ്കാരം പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നല്ലതും ചീത്തയും വേർതിരിച്ചു തന്നു. എന്നെ മനുഷ്യനാക്കി വളർത്തിയത് അങ്ങാണ് നബിയെ. അങ്ങോടല്ലാതെ മറ്റാരോടും എന്റെ കാര്യങ്ങൾ പറയാനില്ല നബിയെ. അലി, പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്? എനിക്കൊരു കുടുംബജീവിതം വേണം, എനിക്ക് വിവാഹം ചെയ്യണം നബിയെ. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ ആരെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ മകൾ ഫാത്തിമയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ പ്രവാചകരെ? അകത്തു നിന്ന് സംഭാഷണം ശ്രദ്ധിക്കുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കി. മനോഹരമായ ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുകയാണ്, മുഖത്ത് പ്രകാശം പരക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അലി, നിന്റെ കൈവശം എന്താണുള്ളത്? ഫാത്തിമയ്ക്ക് മഹർ കൊടുക്കാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വാടി ദുഃഖത്തോടെ മറുപടി പറഞ്ഞു, എന്റെ അവസ്ഥ അങ്ങേക്കറിയാമല്ലോ. എന്റെ കൈവശം പണമൊന്നുമില്ല നബിയെ. എന്റെ വാളും പടയങ്കിയും ഒട്ടകവുമല്ലാതെ മറ്റൊന്നും എന്റെ കൈവശമില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, മോളെ ഫാത്തിമ, ഞാനൊരു കാര്യം ചോദിക്കാം, മനസ്സിലുള്ളത് തുറന്നു പറയണം. അലി നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? മനോഹരമായ മുഖത്ത് നാണം പരന്നു. അവർ സ്വരം താഴ്ത്തി പറഞ്ഞത് ഇത്രമാത്രം, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടമാണ് എന്റെ ഇഷ്ടം, വിവാഹത്തിന് സമ്മതമാണെന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ അറിയിച്ചു, ഫാത്തിമാക്ക് 400 ദിർഹം മഹർ നൽകണം, നിന്റെ പടയങ്കി വിറ്റ് പണം ഉണ്ടാക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പടയങ്കി വിറ്റു. മഹറിനുള്ള പണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭൃത്യൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. നീ പോയി അബൂബക്കർ, ഉമർ, ഉസ്മാൻ, തുൽഹ, സുബൈർ റളിയല്ലാഹു അൻഹും എന്നീ മുഹാജിറുകളെയും അത്രയും എണ്ണം അൻസാറുകളെയും വിളിച്ചു കൊണ്ടുവരിക. അനസ് റളിയല്ലാഹു അൻഹു പോയി എല്ലാവരെയും വിവരമറിയിച്ചു. എല്ലാവരും വന്നു ചേർന്നു. അനുഗ്രഹീതമായ സദസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിച്ചു. 400 ദിർഹം മഹറിന് പകരം ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതായി അറിയിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. ആ മഹാന്മാർ നിക്കാഹിന് സാക്ഷികളായി. എല്ലാ മനസ്സുകളിലും സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. എന്തൊരു നിർഭക്തി നിർഭരമായ അന്തരീക്ഷം. എല്ലാം വളരെ ലളിതം, ആർഭാടങ്ങളില്ല, പൊലിപ്പും പൊങ്ങച്ചവുമില്ല. മാതൃകാ വിവാഹം. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. ഒരു തളികയിൽ കാരക്ക കൊണ്ടുവന്നു. അത് സദസ്സ് ഭക്ഷിക്കുകയാണ്. ചടങ്ങുകൾ അവസാനിച്ചു. ബദർ യുദ്ധത്തിന് ശേഷമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായുടെയും വിവാഹം നടന്നത്. വിവാഹമാർത്ത മദീന നിവാസികളെ സന്തോഷിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹായും അവരിൽ നിന്നാണ് ഇനി അനുഗ്രഹീതമായ തലമുറ വരാൻ പോകുന്നത്. ശാഖോപശാഖങ്ങളായി ലോകമെങ്ങും വ്യാപിക്കാൻ പോകുന്ന അഹ്ലു ബൈത്ത് സകല മനുഷ്യർക്കുമുള്ള അഭയ കേന്ദ്രമാണ്. അതിൽ അഭയം പ്രാപിച്ചവർക്ക് രക്ഷയുണ്ട്, അല്ലാത്തവർക്ക് അരക്ഷിതാവസ്ഥയാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് നടന്നത്. അന്ന് വലീമത്ത് നടത്തണം, അഥവാ വിവാഹ സദ്യ കൊടുക്കണം. ഒരാടിനെ വാങ്ങണം, കുറച്ച് റൊട്ടിയുണ്ടാക്കണം. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെ ആഗ്രഹം. അതിന് കുറച്ച് പണം വേണം. പണം എവിടെ നിന്നുണ്ടാക്കും? മനസ്സിൽ ചെറിയൊരാശയം വിരിഞ്ഞു. വാസനപ്പുല്ല് ശേഖരിച്ച് വിൽപ്പന നടത്തുക. അല്ലാഹു തആല തുണയായി. അങ്ങനെ ഒരാടിനെ വാങ്ങി, കുറച്ച് ചോളവും വാങ്ങി. മണവാട്ടിയെ അണിയിച്ചൊരുക്കാൻ കുലീന വനിതകൾ വന്നു ചേർന്നു. അബ്ദുൽ മുത്തലിബിന്റെ പുത്രിമാർ മുൻപന്തിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പത്നിമാരും സജീവമാണ്. മുഹാജിറുകളും അൻസാറുകളുമായ ചില വനിതകളുമുണ്ട്. സന്തോഷം കതിർകത്തി നിന്ന സന്ദർഭം. ആരോ പാട്ടുപാടി കാണും, മറ്റുള്ളവർ ഏറ്റുപാടി കാണും. അതോടെ അന്തരീക്ഷം ആഹ്ലാദഭരിതമായി കാണും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ എന്നിവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സന്തോഷവാനാണ്. അങ്ങനെ നബിയും ആ സംഘവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സംഘത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവും അഖീൽ റളിയല്ലാഹു അൻഹുവും ഉണ്ട്. ആ സംഘം പുതുമാരന്റെ വീട്ടിലെത്തി. വളരെ ചെറിയൊരു വീട്, സൗകര്യങ്ങൾ വളരെ പരിമിതം. ഭേദപ്പെട്ട ഷീറ്റും പുതപ്പും തലയിണയും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയ പുതപ്പാണുള്ളത്.
രണ്ട് ശരീരങ്ങൾ മറക്കാൻ മാത്രമുള്ള വലിപ്പം അതിനില്ല. പുതച്ചാൽ കാലും തലയും പുറത്തു കാണും. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ മരുമകളായി വന്ന ഫാത്തിമ ബീവിയെ മനം നിറഞ്ഞ സന്തോഷത്തോടെ സ്വീകരിച്ചു. അൽഹംദുലില്ലാ, ഇതിനേക്കാൾ പുണ്യവതിയായ ഒരു മരുമകൾ വരാനില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര പൊന്നോമന പുത്രി കുടുംബിനിയായി മാറുകയാണ്. വീട്ടിനകത്തെ ജോലിയെല്ലാം അവർ തന്നെ ചെയ്യും. പുറത്തെ ജോലികൾ ഉമ്മയും ചെയ്യും. പിന്നെ പിന്നെ ഫാത്തിമ ബീവിയുടെ ജോലിഭാരം കൂടിക്കൂടി വന്നു. ധാന്യം പൊടിക്കാൻ നല്ല അധ്വാനം വേണം. കല്ല് തിരിച്ച് കയ്യിൽ തഴമ്പ് വന്നു. തഴമ്പിന് വേദന വന്നു. വെള്ളം കോരിക്കൊണ്ടിരിക്കേണ്ടി വന്നു. വസ്ത്രം അലക്കണം. അങ്ങനെ കഷ്ടപ്പാടുകൾ സഹിച്ചു. പരുക്കൻ ജീവിതം തന്നെയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. അതെല്ലാവർക്കും സന്തോഷ വാർത്തയായിരുന്നു. അങ്ങനെ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ഹസൻ എന്ന് പേരിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രൂപസാദൃശ്യമുള്ള കുട്ടി. പ്രസവിച്ച പത്നിയെ കഴിയാവുന്ന വിധത്തിലൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിചരിച്ചു. കടുത്ത ദാരിദ്ര്യം കാര്യമായിട്ടൊന്നും ചെയ്യാൻ അനുവദിച്ചില്ല. ഹസൻ എന്ന കുട്ടിക്ക് 1 വയസ്സ് പ്രായമായപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ പുത്രനെ പ്രസവിച്ചു. കുഞ്ഞിന് ഹുസൈൻ എന്ന് പേരിട്ടു. ഹസനും ഹുസൈനും ഈ സമൂഹത്തിന് ലഭിച്ച പ്രകാശദീപങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞുങ്ങളെ അഗാധമായി സ്നേഹിച്ചിരുന്നു. അവരുടെ കളിയിലും ചിരിയിലും പങ്കുകൊണ്ടു. അവർ മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരോടൊപ്പം മുട്ടുകാലിൽ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ് പിടിച്ചു താഴ്ത്തും. എന്നിട്ട് പിരടിയിൽ കയറിയിരിക്കും, ചിരിച്ചു രസിക്കും, അവരുടെ തമാശകളിൽ ചേരും, ആസ്വദിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിസ്കാരം നിർവഹിക്കുമ്പോൾ കുട്ടികൾ അടുത്തു വരും. സുജൂദ് ചെയ്യുമ്പോൾ പിരടിയിൽ കയറിയിരിക്കും. അവർ താഴെ ഇറങ്ങുന്നത് വരെ പ്രവാചകൻ ക്ഷമിക്കും. എന്നിട്ട് തല ഉയർത്തും. കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത് ഈ വിധത്തിലായിരുന്നു. അന്ത്യനാൾ വരെയുള്ള തലമുറകൾ അതറിയുന്ന അതിശയത്തോടെ അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ, അവരെ കുറിച്ച് കുറച്ച് പറഞ്ഞോട്ടെ. അവരെ വാഴ്ത്തിക്കൊണ്ട് കവിതകൾ എത്രയാണ്. അക്കാലത്ത് അറബി ഭാഷയിൽ അവരെ വാഴ്ത്തി. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ഭാഷകളിലെല്ലാം അവർ വാഴ്ത്തപ്പെട്ടു. ഇനിയും അത് തുടരും അന്ത്യനാൾ വരെ. പരലോകത്ത് ചെന്നാലോ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായിരിക്കും ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഉമ്മ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചത് ഇപ്രകാരമായിരുന്നു: സയ്യിദുദ് ദുനിയ വ സയ്യിദുൽ ആഖിറ. ദുനിയാവിലെ നേതാവ്, പരലോകത്തെയും നേതാവ്. നമ്മുടെ ആത്മാവിനോട് ഏറ്റവും അടുത്തു നിൽക്കേണ്ട കുടുംബമാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരടങ്ങിയ കുടുംബം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം വിവരിക്കാൻ ആർക്കാണ് കഴിയുക? മഹാപണ്ഡിതൻ, സർഗസിദ്ധിയുള്ള കവി, സാഹിത്യകാരൻ, നിരൂപകൻ, ന്യായാധിപൻ, ഉജ്ജ്വല വാഗ്മി, ചിന്തകൻ, ബുദ്ധിജീവി, ധീരയോദ്ധാവ്, ഭരണാധികാരി എന്നൊക്കെ വർണ്ണിക്കാം. ഇവയിലൊന്നും ഒതുങ്ങുന്നതല്ല ആ വ്യക്തിത്വം. ജാഹിലിയ്യ കാലം അത് കവിതയുടെയും പ്രസംഗത്തിന്റെയും കാലഘട്ടമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കവിതകൾ കേൾക്കുകയും പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ധാരാളം കവിതകൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഭാര്യയും ഭർത്താവും കവിത കൊണ്ട് സംഭാഷണം നടത്തിയിരുന്നുവത്രേ. ജാഹിലിയ്യ കാലത്ത് പ്രസംഗകലയും ഉന്നത നിലവാരം പ്രാപിച്ചിരുന്നു. ജ്വലിക്കുന്ന വാക്കുകൾ ചേർത്ത് വെച്ചുള്ള ആകർഷകമായ പ്രസംഗങ്ങൾ. പ്രസംഗകലയ്ക്ക് വലിയ മതിപ്പുണ്ടായിരുന്ന കാലം. അക്കാലത്ത് ലക്ഷണമൊത്ത പ്രസംഗമാണ് അലി റളിയല്ലാഹു അൻഹു നടത്തിയത്. വിശുദ്ധ ഖുർആൻ വന്നതോടെ കവിതയ്ക്ക് മങ്ങലേറ്റു. ശ്രദ്ധ മുഴുവൻ വിശുദ്ധ ഖുർആനിലേക്കായി. എന്നാൽ പ്രസംഗകല ഉജ്ജ്വലമായി തീർന്നു. ഖുർആൻ വിജ്ഞാനം പ്രസംഗകല സമ്പുഷ്ടമാക്കി. വഹി ഇറങ്ങുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന എഴുത്തുകാരിൽ പ്രമുഖനായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ വചനങ്ങളുടെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അലി റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. ഖുർആനിനെ കുറിച്ച് എന്തും ചോദിച്ചുകൊള്ളൂ, ഞാൻ പറഞ്ഞു തരാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ വചനമാണിത്. അതുപോലെ പറയാൻ മറ്റാർക്കാണ് കഴിയുക? അന മദീനത്തുൽ ഇൽം അലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാകുന്നു, അതിന്റെ വാതിൽ അലിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണിത്. അപൂർവ വിജ്ഞാനത്തിന്റെ അനേക വാതിലുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു.
അപൂർവ വിജ്ഞാന ശാഖകൾ സ്വായത്തമാക്കിയതോടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം അത്യുജ്വലമായി തീർന്നു. പ്രസംഗ വൈഭവത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പിന്നിലാക്കാൻ ആരുമില്ല. മുൻകാലക്കാരിലില്ല, പിൽക്കാലക്കാരിലുമില്ല. ഭാഷാ വിജ്ഞാനത്തിൽ ഒന്നാം സ്ഥാനക്കാരനാണ്. ആളുകൾ ഭാഷ തെറ്റായി പ്രയോഗിച്ചാൽ അദ്ദേഹം ദുഃഖിതനാവുമായിരുന്നു. ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയും പുതുതായി ധാരാളം ആളുകൾ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ വ്യാകരണം അനിവാര്യമായിരുന്നു. വ്യാകരണത്തിന്റെ ആദ്യ രൂപമുണ്ടാക്കിയെടുത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നഹ്വ് എന്ന പ്രയോഗം തന്നെ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഭാഷയുടെ ആദ്യ പാഠമായി ഇസ്മ്, ഫിഅല്, ഹർഫ് എന്നൊക്കെ പറഞ്ഞു വെച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർമ്മശാസ്ത്രം ആ നാക്കിൻ തുമ്പിലുണ്ടായിരുന്നു. കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിനും ഉടനെ ഉത്തരം കിട്ടും. നക്ഷത്രങ്ങളെ കുറിച്ച് നന്നായി അറിയാം. ജ്യോതിശാസ്ത്രത്തിനപ്പുറമുള്ള വിജ്ഞാനം നേടിയിരുന്നു. അനന്തരാവകാശ നിയമങ്ങൾ ഞൊടിയിടയിൽ പറയുമായിരുന്നു. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യത്തെ 3 ഖലീഫമാരും അലി റളിയല്ലാഹു അൻഹുവിനെ ആശ്രയിച്ചിരുന്നുവത്രേ. ഏറ്റവും മികച്ച വിജ്ഞാനം തൗഹീദ് വിജ്ഞാനം. അതൊരു മഹത്തായ വിജ്ഞാനമാണ്. മഅരിഫത്ത് സമുദ്രം പോലെ വിശാലമാണത്. അതിന്റെ അധിപൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും ഒക്കെ അതിൽ നിന്ന് അല്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. സുൽത്താനുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ സുൽത്താൻ ആരാണത്? കേൾക്കാൻ യോഗ്യരായവരോട് യോഗ്യരല്ലാത്തവരെ മികച്ച ശിക്ഷണത്തിലൂടെ യോഗ്യരാക്കിയെടുക്കുകയും ചെയ്തു. ഇന്നും ഖാദിരി ശൈഖുമാർ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുഗ്രഹം ലോകമെങ്ങും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ത്വരീഖത്തിന്റെ മശായിഖന്മാരിലൂടെ അനുഗ്രഹം വരികയാണ്. സാദാത്യങ്ങളിലൂടെയും വരുന്നു. സാദാത്യങ്ങൾ എന്നാൽ അഹ്ലുബൈത്ത്. അഹ്ലുബൈത്ത് 2 കൈവഴികളിലൂടെ വരുന്നു, ഹസനിയും ഹുസൈനിയും. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ഹസനി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ഹുസൈനി. സയ്യിദന്മാരുടെ പരമ്പര നോക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും പരമ്പര നോക്കാറുണ്ട്. ഉമ്മ ഹസനിയും ഉപ്പ ഹുസൈനിയുമായി വരാം. അപ്പോൾ ആ സയ്യിദ് ഹസനിയും ഹുസൈനിയുമാകുന്നു. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ പിതാവ് ഹസനിയും മാതാവ് ഹുസൈനിയുമാണ്. മഹാനവർകൾ ഹസൈനിയും ഹുസൈനിയുമാണ്. അതുകൊണ്ട് മുഹിയുദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പാടിയിട്ടുണ്ട്: സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ തായും ബാവയും അഥവാ ഉമ്മയും ഉപ്പയും സയ്യിദാകുന്നു. ഒരാൾ ഹസനി, മറ്റേയാൾ ഹുസൈനി. അന്ത്യനാൾ വരെ ഈ പരമ്പര നീണ്ടു നിൽക്കും. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു, മുരീദായിരുന്നു. ആ മഹാന്റെ പരമ്പരയും നീണ്ടു നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു എന്നും സജീവ സാന്നിധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം, ആ സ്നേഹത്തിനു വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത. ചരിത്രത്തിൽ ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ കാണാം. ആരെയും കോരിത്തരിപ്പിക്കുന്ന ഒരു സംഭവം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്. വെച്ചു വിളമ്പാൻ ഒന്നുമില്ല, ഒരു കാരക്ക പോലുമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞു. കൂലിപ്പണി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കണം. തൊഴിൽ അന്വേഷിച്ച് നടന്നു. തൊഴിലാളികൾ വേണ്ടത് ജൂതന്മാർക്കാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ജൂതനെ സമീപിച്ചു, ഒരു തൊഴിൽ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ജൂതന്റെ തോട്ടത്തിൽ വെള്ളം നനയ്ക്കണം. 1 തൊട്ടി വെള്ളം നനച്ചാൽ 1 കാരക്ക കൂലി. കഠിനമായ അധ്വാനം, ചെറിയ പ്രതിഫലം. ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കാൻ തുടങ്ങി. 17 തൊട്ടി വെള്ളം കോരി നിറച്ചു. 17 കാരക്ക കിട്ടി. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഓടിയെത്തി. കാരക്ക വിനയപൂർവ്വം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി അലിയെ? അലി റളിയല്ലാഹു അൻഹു സംഭവം വിവരിച്ചു. വീണ്ടും ചോദ്യം വന്നു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണോ നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്. ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ അലി റളിയല്ലാഹു അൻഹു ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ കേട്ട വചനം, അത് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ആ വചനം ഇങ്ങനെയായിരുന്നു: അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഈ വിധത്തിൽ സ്നേഹിക്കുന്നവർക്ക് നേരെ പ്രളയജലത്തിന്റെ ശക്തിയോടെ ദാരിദ്ര്യം വന്നെത്തും. എന്തൊരു വചനമാണത്! പ്രളയജലം എത്ര ശക്തിയിലാണ് ഒഴുകുക, എത്ര വേഗത്തിലാണ് ഒഴുകുക, ആ ശക്തിയിലും വേഗത്തിലും ദാരിദ്ര്യം വരുമത്രേ. ആർക്ക് നേരെയാണ് ദാരിദ്ര്യം ഇരമ്പി വരുന്നത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അഗാധമായി സ്നേഹിക്കുന്നവർക്ക് നേരെയാണ് വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പലരും ധനികരായിരുന്നു.
അള്ളാഹുവിന്റെ മാർഗത്തിൽ സകല സ്വത്തും ചെലവഴിച്ചു. ഒടുവിൽ ദരിദ്രരായി മാറുകയാണുണ്ടായത്. പട്ടിണിയും പരിവട്ടവും ദുരിതവും സഹിക്കുന്ന സകല മനുഷ്യർക്കും അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആവേശം നൽകുന്നുണ്ട്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും മാതൃകകൾ ആ ചരിത്രത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഫാത്തിമ ബീവിക്ക് പതിവായി ആട്ടുകല്ലിൽ ധാന്യം അരച്ചെടുക്കണം, എന്നിട്ട് റൊട്ടി ഉണ്ടാക്കണം. കടുത്ത ജോലിയാണത്. കയ്യിൽ വേദനയായി, ശരീരം ക്ഷീണിക്കുകയും ചെയ്തു. ജോലിക്ക് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ. ഭാര്യ ഭർത്താക്കന്മാർ അക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞാൽ ഒരാളെ കിട്ടുമോ? ചിലപ്പോൾ കിട്ടിയേക്കും. പോയി പറയുന്നത് എങ്ങനെ? വല്ലാത്ത ലജ്ജ തോന്നി. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, കുറെ യുദ്ധമുതലുകൾ വന്നു ചേർന്നിട്ടുണ്ട്, കൂട്ടത്തിൽ കുറെ അടിമകളുമുണ്ട്. നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ ഒരാളെ നമുക്ക് കിട്ടിയേക്കും. ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കൂ. പോവാൻ നാണം, എന്നിട്ടും പോവുകയാണ് ഫാത്തിമ ബീവി. അവിടെ എത്തിയപ്പോൾ വന്ന കാര്യം പറയാൻ ലജ്ജ. പിതാവിനെ കണ്ട് കുശലം പറഞ്ഞ് തിരിച്ചു പോന്നു. മറ്റൊരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ വീണ്ടും പോയി. ഭർത്താവ് നിർബന്ധിച്ചപ്പോൾ പോവുകയാണുണ്ടായത്. അന്ന് ഉപ്പയെ കണ്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹായെ കണ്ട് തിരിച്ചു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മകൾ വന്ന കാര്യം വിവരമറിയിച്ചു. ഉടനെ തന്നെ പിതാവ് മകളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം ചൊല്ലി കടന്നു വന്നു. സംഭാഷണത്തിനിടയിൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. ഒരടിമയെ കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: വളരെ ദരിദ്രരായ ഒരു കൂട്ടം മുസ്ലിങ്ങൾ മസ്ജിദിന്റെ ചെരുവിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കെങ്ങനെ വേലക്കാരനെ വെച്ചു തരും? നിങ്ങൾ ചോദിച്ചതിനേക്കാൾ മെച്ചമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 തവണ വീതം ചൊല്ലുക. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചുപോയി. ബന്ദികളായ അടിമകളെ വിറ്റ് പണം മസ്ജിദിലെ സാധുക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹായും അലി റളിയല്ലാഹു അൻഹുവും ശാന്തരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം നടപ്പിലാക്കി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വരികയാണ്. ഫാത്തിമ ബീവിയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം മസ്ജിദിലാണെന്ന് വിവരം കിട്ടി. ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിലേക്ക് നടന്നു. അലി റളിയല്ലാഹു അൻഹു കിടക്കുകയായിരുന്നു. കിടക്കുകയായിരുന്ന വയറിന്റെ ഭാഗത്ത് നിന്ന് പുതപ്പ് നീങ്ങിയിട്ടുണ്ട്. വയറിന്മേൽ മണ്ണ് പുരട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുഗ്രഹീത കരങ്ങൾ കൊണ്ട് മണ്ണ് തുടച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇരിക്കൂ അബൂ തുറാബ്, മണ്ണിന്റെ പിതാവ്. അലി റളിയല്ലാഹു അൻഹുവിന് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. 2 തവണ അബൂ തുറാബ് എന്ന് വിളിച്ചു. അങ്ങനെയൊരു വിളിപ്പേര് പ്രസിദ്ധമാവുകയും ചെയ്തു. ബദർ രണാങ്കണത്തിൽ അലി റളിയല്ലാഹു അൻഹു അവരുടെ ധീര പോരാട്ടം ആർക്കാണ് മറക്കാനാവുക? യുദ്ധത്തിന്റെ മുന്നോടിയായി നടന്നത് ദ്വന്ദ്വയുദ്ധമാണ്. മക്കയുടെ വീര പോരാളികൾ ആയുധങ്ങളുമായി പോർക്കളത്തിലിറങ്ങി മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. ഉത്ബത്ത് ബിൻ റബിയ, സഹോദരൻ ഷൈബത്ത്, വലീദ്, 3 അൻസാരികൾ വെല്ലുവിളി സ്വീകരിച്ച് പോരിനിറങ്ങി. ശത്രുക്കൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മക്കയിൽ നിന്നോടി വന്നവരില്ലേ, അവരിറങ്ങട്ടെ. ഉത്ബത്തും ഷൈബത്തും പോരാട്ടത്തിൽ വീരന്മാരാണ്. യുദ്ധത്തിലും കുതിരസവാരിയിലും അവരെ വെല്ലാൻ ആരുമില്ല. ഇതെല്ലാം നന്നായി അറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ നേരിടാൻ ആരെയാണ് നിയോഗിച്ചത്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കളെ, ഹംസ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനെ വെല്ലുവിളിച്ചു. അലി റളിയല്ലാഹു അൻഹു വലീദിനെ വെല്ലുവിളിച്ചു. പടവാൾ ചുഴറ്റിക്കൊണ്ട് 6 പേരും ചാടിയിറങ്ങി വന്നു പൊരിഞ്ഞ യുദ്ധം തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ഒറ്റ വെട്ടിന് വലീദിനെ വീഴ്ത്തിക്കളഞ്ഞു. മുശ്രിക്കുകളുടെ ആവേശമായിരുന്ന വലീദ് വധിക്കപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഉഗ്രൻ ആക്രമണം തടുക്കാൻ ഷൈബത്തിന് കഴിഞ്ഞില്ല. ഷൈബത്തും വധിക്കപ്പെടുകയാണ്. ഉത്ബത്തും ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവും പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു വെട്ടേറ്റു. ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവർ മിന്നൽ വേഗത്തിൽ ഉത്ബത്തിന്റെ മേൽ ചാടി വീണു അവന്റെ കഥ കഴിച്ചു. ഏറെ കഴിയും മുമ്പേ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഷഹീദാവുകയും ചെയ്തു. അങ്ങനെ എത്ര വർണ്ണിക്കാനാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം.